ഹലോ ട്രേഡേഴ്സ്, നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മുടെ എൻട്രികൾ വരുന്നത്. അതാണ് ഇന്നത്തെ ടോപ്പിക്. ഇൻ കേസ് ഞാൻ ടെലിഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വയമായിട്ട് അതെടുക്കാൻ പറ്റും. അത് ഞാനിപ്പോൾ ഇങ്ങനെ പിന്നാലെ ഒന്നും പറയേണ്ട ആവശ്യമില്ല. ട്രിഗറായിട്ട് മേടിച്ചോ എന്ന് പറയേണ്ട ആവശ്യമില്ല. നമ്മുടെ ലെവൽസിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെയാണ് മേടിക്കേണ്ടത്, അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ഇപ്പോൾ നമ്മൾ ഒരു ബാങ്ക് നിഫ്റ്റിയുടെ സ്ട്രൈക്ക്, അത് ഏതായിക്കോട്ടെ, ഏതെങ്കിലും ഒരു സ്ട്രൈക്ക് നമ്മളിപ്പോൾ ചെയ്യേണ്ടത് 1 മിനിറ്റ് ടൈം ഫ്രെയിമിലാണ്. ഈ ടൈം ഫ്രെയിം ഓരോ ടൈം ഫ്രെയിമിനും ഓരോരോ ലെവൽസാണ്. അപ്പോൾ നിങ്ങൾ ഏത് ടൈം ഫ്രെയിം എടുത്താലും അതിൻ്റേതായിട്ടുള്ള ലെവൽസ് അങ്ങനെയൊക്കെയാണ് സെറ്റാകേണ്ടത്. ഇത് വേണ്ടല്ലേ, ഞാൻ ബേസിക്കലി ക്യാൻഡിൽ നോക്കിയിട്ട് അങ്ങനെ ട്രേഡ് എടുക്കണം. നമ്മുടെ ലെവലിൻ്റെ മുകളിലേക്ക് ഒരു ക്ലോസിങ് നടന്നു കഴിഞ്ഞാൽ സെല്ലേഴ്സ് എന്ത് ചെയ്തിട്ട് വേണം നമ്മൾ ട്രേഡ് എടുക്കാമെന്നാണ് പറയണത്. അപ്പോൾ നമ്മുടെ ലെവൽ എവിടെയാണെന്ന് വയ്ക്കുക, ഒരു 973 ബാങ്ക് നിഫ്റ്റി സ്ട്രൈക്കാണ്. 975 വെച്ചോളൂ. ഇത് ബാങ്ക് നിഫ്റ്റിയിലെ ഒരു സ്ട്രൈക്കാണ്. അപ്പം അത് ആ ലെവലിലേക്ക് തിരിച്ച് കയറുന്ന നേരത്ത്, അതായത് ഈ ക്യാൻഡിൽസ് ഇവിടെ ഫോം ആവുന്ന നേരത്തൊക്കെയാവും ഞാൻ ഈ ലെവൽ തരേണ്ടത്. അപ്പോൾ ഒരു പച്ച ക്യാൻഡിൽ, ഒരു ഗ്രീൻ ക്യാൻഡിൽ അതിൻ്റെ മുകളിലേക്ക് ക്ലോസ് വെച്ചു എന്ന് പറഞ്ഞാൽ അർത്ഥം അവിടെ ഒരു ട്രേഡിൻ്റെ ഓപ്പർച്യൂണിറ്റി വന്നു എന്നാണ്. അത് ഫസ്റ്റ് മനസ്സിലാക്കുക. നമ്മുടെ ലെവലിൻ്റെ മുകളിലേക്ക് ഒരു ക്ലോസ് ഗ്രീൻ ക്യാനിൽ വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ട്രേഡിങ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഗ്രീൻ ക്യാനിൽ മാത്രം നോക്കി പോയാൽ നമുക്ക് ചിലപ്പോൾ സ്റ്റോപ്പ് ലോസുകൾ വരാം. അതിൻ്റെ ആ സ്റ്റോപ്പ് ലോസിലേക്ക് പെട്ടെന്ന് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ റിജക്ഷൻ ക്യാനിൽ നോക്കുന്നത്. ഈ റെഡ് ക്യാനിൽ ഇത് സെല്ലേഴ്സ് ക്യാനിലാണ്. ഇത് മെയിനായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഞാൻ പറഞ്ഞ ഈ ലെവൽസിലൊക്കെയും ഇൻസ്റ്റിറ്റ്യൂഷൻ എൻട്രീസ് ഇഷ്ടംപോലെ നടക്കുന്നതാണ്. ബൈയും സെല്ലും ചെയ്തിട്ടാണ് പൊസിഷൻസാണ് നോക്കി. അപ്പോൾ ആ പൊസിഷൻസിലാണ് നമ്മൾ ഈ ആക്ടിവിറ്റി നടക്കുന്നത്. അപ്പോൾ ഒരു ഗ്രീൻ ക്യാൻഡിൽ ക്ലോസ് ചെയ്തു, പിന്നെ ഒരു റെഡ് ക്യാൻഡിൽ അതിൻ്റെ ഇടയിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ട്രേഡ് ഇല്ല. അതിപ്പോൾ നിങ്ങൾക്ക് വേറെ കാണിച്ചു തരാം. ഇതേ ലെവലിൽ ഞാൻ വെച്ചോളൂ, നമ്മൾ ഈ ലെവലിൽ നിന്ന് മാറ്റി വെച്ചേക്കാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ശ്രദ്ധിച്ചറിയാം, ഈ ലെവൽസിലേക്ക് വരുന്ന നേരത്ത് ഒരു ഗ്രീൻ ക്യാൻഡിൽ ഒന്ന് മുകളിൽ ക്ലോസ് ചെയ്തു. പിന്നെ റെഡ് ക്യാൻഡിൽ നമ്മൾ നോക്കാൻ പറഞ്ഞ കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റെഡ് ക്യാൻഡിൽ അടിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പോസിബിലിറ്റി പിന്നെയും അടിയെ പോകാനാണ്. അപ്പോൾ ആ പോസിബിലിറ്റിയാണ് ഞാൻ പറയണത്. ആ SL വെറുതെ കൊടുക്കണ ഒരു SL ആണ്. അതാണ് വേണ്ടതെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു ഗ്രീൻ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞ് ഒരു സെല്ലേഴ്സിൻ്റെ ക്യാൻഡിൽ നമ്മുടെ ലെവലിൻ്റെ മുകളിൽ തന്നെ ക്ലോസ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ പിന്നെ ക്ലോസ് ചെയ്ത ശേഷം നമ്മുടെ ലെവലിൽ നിന്ന് തന്നെ റിജക്റ്റ് ആയിട്ടാണ് ക്ലോസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ധൈര്യത്തോടെ എൻട്രി എടുക്കാം, ഒരു പ്രശ്നമില്ല. ആ മൊമെൻറ്റിന് പറയണ പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കുറേ സെല്ലേഴ്സ് ഉണ്ടായിരുന്നു. ആ സെല്ലേഴ്സിനെ റിജക്റ്റ് ആക്കിയിട്ട് ബയ്യേഴ്സ് അവിടെ കയറി വിൻ ചെയ്തു. ആ ടൈമിലാണ് സെല്ലേഴ്സിനെ നമ്മൾ നോക്കാൻ പറയണത്. ബേസിക്കലി ആ ലെവലിൽ സെല്ലേഴ്സും ബയ്യേഴ്സും നമ്മളൊരു യുദ്ധമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയിലാണ് നമ്മൾ എൻട്രി എടുക്കുന്നത്. അതായത് അടുത്ത ഇൻസ്റ്റിറ്റ്യൂഷൻ ബൈ ചെയ്ത് വിൻ ചെയ്താലാണ് നമുക്ക് ചാൻസ് ഉള്ളൂ. ആ വിൻ ചെയ്യണ കൺഫർമേഷനാണ് ഈ റെഡ് ക്യാൻഡിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ റെഡ് ക്യാൻഡിൽ ആ ലെവലിൻ്റെ മുകളിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ബൈയേഴ്സ് വിൻ ചെയ്തു ഒരു ചാൻസ് ഉണ്ട് എന്ന് തന്നെയാണ്. ഇപ്പോൾ നമുക്ക് കുറച്ച് കാര്യം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഇപ്പോൾ ഈ ബൈയിങ് ക്യാൻഡിൽ മുകളിൽ ക്ലോസ് ചെയ്തു സെല്ലേഴ്സ്, അതായത് റെഡ് ക്യാൻഡിൽ നമ്മുടെ ലെവലിൽ നിന്ന് റിജക്ഷൻ തന്നു. കൃത്യമായിട്ട് കേൾക്കണം, നമ്മുടെ ലെവലിൽ നിന്ന് റിജക്ഷൻ തന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ എൻട്രി എടുക്കാം, സുഖമായിട്ട് ആ പ്രോഫിറ്റ് എടുക്കാൻ പറ്റും. നമ്മുടെ ലെവലിൽ നിന്ന് ഈ ലെവല് 974 ലെവലിൽ തൊട്ടിട്ട് റിജക്ഷൻ വരണം. മുകളിൽ റിജക്റ്റ് ചെയ്തെന്നുകൊണ്ട് കാര്യം നമ്മൾ ലിമിറ്റ് ഓർഡർ തന്നെ ഇട്ടിട്ട് ഇരിക്കുക. ആ ടൈമിൽ ചിലപ്പോൾ നമുക്ക് ലിമിറ്റ് ഓർഡർ ചിലപ്പോൾ പിന്നെയും കിട്ടില്ല. ചിലപ്പോൾ മുകളിൽ ഒരു സെല്ലേഴ്സിനായിട്ട് പോയിണ്ടാവും. എന്നാലും നമ്മൾ
ഈ സെല്ലേഴ്സിനെ നമ്മൾ കൺസിഡർ ചെയ്യുക. അതാണ് നല്ലൊരു ഹെവി ട്രേഡ് അങ്ങനെ വരുള്ളൂ. ആ ഒരു ഈ ഒരു ടെക്നിക്ക് മാത്രമാണ്, ടെക്നിക്ക് മീൻസ് ഈ ഒരു സ്ട്രാറ്റജി മാത്രമാണ് നമ്മൾ ക്യാൻഡിൽസിന് നോക്കണുള്ളൂ. വേറെ ക്യാൻഡിൽസ്റ്റിക് പാറ്റേൺസ് ഒന്നുമില്ല. എല്ലാ ക്യാൻഡിൽസ്റ്റിക്സ് പാറ്റേൺസും അറിയണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഠിച്ചിരിക്കുന്നത് നല്ലതാണ്, കുഴപ്പമൊന്നുമില്ല. ബേസിക്കലി ഞാൻ നോക്കുന്നത് ഈ 2 പാറ്റേണാണ്. ഹാമർ പാറ്റേണൊക്കെയാണത്. ഇത് കണ്ടില്ലേ, ഇവിടെ ബയേഴ്സ് ക്ലോസ് ചെയ്തു, സെല്ലേഴ്സ് മുകളിലാണ് ഒരു ക്യാൻഡിലിട്ട്. അതപ്പോൾ നമുക്ക് എൻട്രി ആണ് അവിടെ. പക്ഷെ നമുക്ക് ലിമിറ്റ് ഓർഡർ ഇട്ടിരുന്നാലും പ്രശ്നമില്ല എന്ന് പറയാം. ചിലപ്പോൾ ഇവിടെ നിന്ന് എൻട്രി എടുക്കാൻ മടിയുള്ളവർക്ക് ലിമിറ്റ് ഓർഡർ ഇട്ടിരുന്നാലും ഓർഡർ റിജക്റ്റ് ആവണ ഒരു സംഭവം സിനാരിയോ വരികയാണെങ്കിൽ ഒറ്റ ക്യാൻഡിലാണ് നമുക്ക് ഷൂട്ട് ചെയ്ത് നല്ല പ്രോഫിറ്റ് കിട്ടും അവിടെ. ആ ലെവൽസിൻ്റെ അങ്ങനത്തെ ഒരു പ്രത്യേകതയാണത്. അത് ബയേഴ്സിൻ്റെ മുകളിൽ സെല്ലേഴ്സിൻ്റെ മുകളിൽ ബയേഴ്സ് വിൻ ചെയ്യുന്ന ഒരു പൊസിഷനാണ്. അതുകൊണ്ടാണ് ഇത്രയും വലിയ ബൈങ് ക്യാൻഡിൽസൊക്കെ അവിടെ വരുന്നത്. ഈ ക്യാൻഡിലൊക്കെ ഉണ്ടല്ലേ, ഇതൊരു ഒരു മാനിപ്പുലേഷൻ ക്യാൻഡിലാണ് ഈ സംഭവമൊക്കെ. വെറുതെ ആൾക്കാരെ ട്രാപ്പാക്കാനുള്ള സെറ്റപ്പ്. അത് ഇത്രയും ദൂരം കയറി പോയിട്ട് ആൾക്കാർ പിന്നെയും അവിടെ ബൈ ചെയ്യും. അത് മാനിപ്പുലേഷൻസാണ്. നിങ്ങൾ ക്യാൻഡിൽ ക്ലോസിന് വേണ്ടി മെയിനായിട്ട് വെയിറ്റ് ചെയ്യുക. ക്യാൻഡിൽ ക്ലോസ് കിട്ടേണ്ട ട്രേഡ് ഇല്ല കേട്ടോ. അത് ഫസ്റ്റത്തെ ഒരു സംഭവമാണത്. അത് അറിഞ്ഞു വെച്ചോളൂ. ഇപ്പോൾ ഇത്രയും പവർ ക്യാൻഡിൽ ബൈങ് വന്നിട്ടാണ് ഈ 1 മിനിറ്റ് ക്യാൻഡിലായി പറയണത്. പവർ ക്യാൻഡിൽ ബൈങ് വന്നിട്ട് ഒറ്റടി കൊണ്ട് അതിനടിക്ക് കിട്ടും. അപ്പോൾ അത് മാനിപ്പുലേഷൻസാണ് നടക്കണം അവിടെ. നിങ്ങൾ ക്ലിയർ ആയിട്ട് വാച്ച് ചെയ്തില്ലെങ്കിൽ ഒന്നും കിട്ടില്ല. പിന്നത്തെ ക്യാൻഡിൽ കണ്ടില്ലേ, ഇവിടെ ഒരു ബൈങ് ക്യാൻഡിൽ ചെറുതായിട്ട് ക്ലോസ് ചെയ്തു, പിന്നെ ഒരു സെല്ലേഴ്സ് അവിടെ റിജക്റ്റ് ആക്കി. അവിടെ നമ്മുടെ കണ്ടീഷൻ ആക്റ്റീവാണ്, ട്രേഡ് എടുക്കാം. പക്ഷേ നിങ്ങൾ ഓർക്കേണ്ട കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും വലിയൊരു പവറായിട്ടുള്ള ഒരു ക്യാൻഡിൽ ക്ലോസ് അല്ല. അപ്പോൾ നമുക്കവിടെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതായത് ഇത്രയും റിജക്ഷൻ വന്നേക്കുക, ബയേഴ്സിൻ്റെ ഭാഗത്ത് ഇത്രയും റിജക്ഷൻ വന്നു. ഇത്രയും മുകളിൽ പോയിട്ട് അവർ റിജക്റ്റ് ചെയ്ത് അടിക്കുക വന്നിട്ട് ആ ലെവലിൻ്റെ മുകളിൽ തന്നെ റോസ് വെച്ചിട്ടുണ്ട്. അവിടെ ട്രേഡ് ആക്ടിവേറ്റ് ആണ്. നമ്മുടെ സെല്ലേഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ട്രേഡ് ആക്ടിവേറ്റ്. പക്ഷേ ഇത്തിരി സീനുള്ളൊരു പൊസിഷനാണ്. നല്ലൊരു ബൈങ് ക്യാൻഡിലിന് നല്ലൊരു സെല്ലേഴ്സിൻ്റെ നല്ല റേഷ്യം വരികയാണെങ്കിൽ അത് നല്ലൊരു അടിപൊളി ട്രേഡാണ്. അത് നേരത്തെ കണ്ട പോലത്തെ ട്രേഡ് അങ്ങനത്തെയൊക്കെയാണ്. ഇത് നല്ലൊരു ക്യാൻഡിലാണ്. ഇത് മെറബോസ് പോലത്തെ ഒരു ക്യാൻഡിലാണ്. പിന്നെ അതിന് തത്തുല്യമായിട്ടുള്ളൊരു സെല്ലേഴ്സ് ക്യാൻഡിൽ, അത് നല്ല അടിപൊളി ട്രേഡ് തന്നെയാണ്. അത് കണ്ടറിയാൻ നല്ല അടിപൊളിയായിട്ട് പോയിട്ടുണ്ട്. ഇത് അടിപൊളി അല്ല എന്നല്ല പറയണത്, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ഒക്കെ തന്നെയാണ്. ഇവിടെ ട്രേഡ് എടുക്കാൻ പ്രശ്നമൊന്നുമില്ല, പ്രോഫിറ്റൊക്കെ കിട്ടും. പിന്നത്തെ കേസ് ഇപ്പോൾ ഈ ഒരു ക്യാൻഡിലിൽ ബയേഴ്സ് വിൻ ചെയ്തു, ട്രേഡ് സക്സസ് ആയി, മോളിക്ക് പോയി, നല്ല പ്രോഫിറ്റ് കിട്ടി. പിന്നെ ഈ ലെവലിലേക്ക് വരുമ്പോൾ നിങ്ങൾ ഇവിടെ എടുക്കണ ക്വാണ്ടിറ്റി, ഇവിടെ ഒരു 100 ക്വാണ്ടിറ്റി എടുക്കണവർ ഇവിടെ 2 ക്വാണ്ടിറ്റി എടുത്താൽ മതി. തിരിച്ച് വരുന്ന നേരത്ത് 2 ക്വാണ്ടിറ്റി എടുക്കുക. ഇത് പിന്നെയും 100 ക്വാണ്ടിറ്റി എടുക്കേണ്ടത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇത്രയും പ്രോഫിറ്റായി ഇവിടെ വരെ, എന്നിട്ട് ഇത് തിരിച്ചു വന്നു. ഇങ്ങനെ തിരിച്ചു വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ച് ക്വാണ്ടിറ്റി എടുക്കുക. ഇത് കയറി പോകാനുള്ള പോസിബിലിറ്റീസ് ഭയങ്കര കുറവാണ്. അതാണ് പ്രശ്നം. ഇതിൻ്റെ പകരം ഇത് ഇത്രയോളം ഇടയിൽ പോയിട്ട് ഒരു പ്രൈസ് ആക്ഷൻ ക്രിയേറ്റ് ആയി, ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ പോയിട്ട് ഈ ലെവലിലേക്ക് വന്നിട്ട് പിന്നെ അതിനെ ട്രേഡ് എടുക്കണം മോളിലേക്ക്. ഇതൊരു പ്രോപ്പർ പ്രൈസ് ആക്ഷൻ ടെക്നിക്കാണിത്. നമ്മളിവിടെ ഓൾറെഡി സക്സസ് ആയി. പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൊസിഷൻ വരുമ്പോൾ നമ്മൾ ഇത്തിരി കെയർഫുള്ളായിട്ടിരിക്കണം. അവിടെ നമുക്കൊരു പ്രൈസ് ആക്ഷൻ ക്രിയേറ്റ് ആവുകയാണെങ്കിൽ നല്ല മൂവ്മെൻറ്റ് കിട്ടും. ഇതൊക്കെ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യണ നമ്മുടെ ലെവൽസിൽ ഇത് എങ്ങനെയാണ് നിങ്ങൾക്ക് വർക്ക് ആവണേന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് മെയിനായിട്ട്. ആ ലെവലിൽ എത്തുമ്പോൾ നിങ്ങൾ എൻ്റെ മെസ്സേജസ് നോക്കിയിരിക്കേണ്ട ആവശ്യം ഇല്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇതാണ് വർക്കിങ്. ഇങ്ങനെ ആയി കഴിഞ്ഞാൽ അത് വർക്കാവും അവിടെ. അപ്പോൾ മാക്സിമം ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്വയമായിട്ട് ട്രേഡ് എടുക്കാൻ പറ്റും. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഈ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ഇത്രയും ഡീറ്റെയിൽ ആയിട്ടൊക്കെ അറിയണമെങ്കിൽ എനിക്ക് DM ചെയ്ത് ചോദിച്ചാൽ മതി. ഒരു കോഴ്സ് രൂപത്തിൽ തന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ പറഞ്ഞു തരാൻ. പേയ്മെൻ്റ് ഉണ്ട്.
പിന്നെ ഈ ടെക്നിക്ക് നിങ്ങൾക്ക് ലൈഫ് ലോങ്ങിലേക്ക് ഉപയോഗിക്കാം. ഇതിപ്പോൾ നിങ്ങൾക്ക് റിലയൻസിൽ ഉപയോഗിക്കാം. അതിൻ്റെ സ്റ്റോക്കുകളിൽ റിലയൻസ്, HDFC അതിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഇതിലൊക്കെ യൂസ് ചെയ്യുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഹോൾഡിംഗ് ആണല്ലോ. ഒരു 1 ഡേ എടുത്ത് നമ്മൾ ശീലിക്കുക, 1 ഡേ ക്യാൻഡിൽസൊക്കെ എടുത്ത് ശീലിക്കുക. മാക്സിമം അങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേപോലെ കണ്ടില്ലേ, ഒരു ലെവൽ വരച്ചിട്ടു, അതിൻ്റെ മുകളിൽ സെല്ലേഴ്സ് റിജക്റ്റായി, പിന്നെ നമ്മുടെ ലെവലിൽ നിന്ന് പിന്നെയും അതിനൊരു പുഷ് കിട്ടി മുകളിലേക്ക്. അപ്പോൾ അതങ്ങനെയാണത് അതിൻ്റെ സെറ്റപ്പ്. നമുക്ക് ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെ അറിയണം, കൂടുതൽ അറിയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നോട് ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം. ഇത് അത്യാവശ്യം നല്ല വാല്യൂബിൾ ആയിട്ടുള്ളൊരു ഇൻഫർമേഷനാണത്. നിങ്ങൾക്ക് പിന്നെ എൻ്റെ ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യാം. ഫ്രീ ഗ്രൂപ്പാണത്. ഫ്രീ ആയിട്ടുള്ള കോഴ്സാണ് അതിൽ പ്രൊവൈഡ് ചെയ്യണത്. 1 രൂപ വാങ്ങിച്ചിട്ടല്ല, ഫ്രീ ആണ്, തികച്ചും ഫ്രീ. നിങ്ങളുടെ കൂട്ടുകാർക്ക് ഇത് ഷെയർ ആക്കി കൊടുക്കുക, ട്രേഡിങ് അറിയണവർക്ക് ഷെയർ ആക്കി കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് ബിറ്റ് കോയിനും എത്രയൊക്കെ ട്രേഡ് ചെയ്യാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ അവർക്ക് എന്നോട് കോൺടാക്ട് ചെയ്യാം. അതിലും ഈ ടെക്നിക്കൊക്കെ വർക്കാവും. ബേസിക്കലി പ്രൈസ് ആക്ഷൻ മെത്തേഡാണ്, റെസിസ്റ്റൻസ് സപ്പോർട്ടാണ് ഇതിൽ വർക്കാവണത്. അത് മനസ്സിലാക്കുക ഫസ്റ്റ്. മാക്സിമം എൻ്റെ യൂട്യൂബ് ചാനലിലൊക്കെ ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് അടിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക. നിങ്ങൾക്ക് ബിറ്റ് കോയിൻ എത്രയൊക്കെ ട്രേഡ് എടുക്കണമെങ്കിൽ ഡെൽറ്റ എക്സ്ചേഞ്ച് പ്ലാറ്റ്ഫോം ഉണ്ട് ഇന്ത്യയിൽ. സോ അതിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അടിയിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക, ജോയിൻ ചെയ്യുക. ഡെൽറ്റ എക്സ്ചേഞ്ചിൻ്റെ കാര്യങ്ങൾ, അതിൻ്റെ ഉള്ളിലത്തെ കാര്യങ്ങൾ എങ്ങനെ ചെയ്യേണ്ടതെന്ന് അറിയാത്തവരുണ്ടെങ്കിൽ, ക്യാപിറ്റൽ ഇടാനും ക്യാപിറ്റൽ പിൻവലിക്കാനും അറിയാത്തവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ അത്രയുള്ള കാര്യം ഇന്നത്തെ വീഡിയോ. ബൈ.